മക്കളുമായിട്ടുള്ള ഒരു കണക്ഷൻ എങ്ങനെയായിരുന്നു? മാമനല്ല, വിഹാനാണല്ലോ വീട്ടിലെ ആൾ. അവർക്ക് ഇങ്ങനെ ഒരാളുള്ളത് പോലും അറിയില്ലായിരുന്നു. ഞാൻ കൊച്ചച്ഛൻ ഇല്ല, അവര് ചെന്നൈയിലല്ലേ താമസിക്കുന്നത്. പിന്നെ ചേട്ടൻ്റെ മക്കളെ അവര് ഇപ്പം ചേട്ടൻ്റെ മോനെയൊക്കെ എനിക്ക് തോന്നുന്ന ഈ ഭക്ഷണമൊക്കെ കഴിക്കാതിരിക്കാൻ പണ്ട് പറയൂലേ, പോലീസിനെ വിളിക്കും എന്നൊക്കെ പറയുന്ന പോലെ എൻ്റെ ഫോട്ടോ ഒക്കെ കാണിച്ചിട്ടാണ് ഇത് ഈ തെണ്ടീനെ അങ്ങനെയൊക്കെയാണ്. ബൈചേട്ടൻ തന്നെ, ബൈചേട്ടൻ്റെ ഒരു കട്ടൗട്ട് ട്രിവാൻഡ്രത്ത് വെച്ചു, മേരാനാം ഷാജി. എന്തായിരുന്നു അങ്ങനെ? വേറെ ആരും വെക്കാൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വെച്ചത്. പിന്നെ എന്തായാലും എനിക്ക് നോക്കണ്ടേ. സാധാരണ എങ്ങനെയാ, അല്ലെങ്കിൽ മുന്നേ ഉള്ള ഓണത്തിന് എന്തായിരുന്നു കലാപരിപാടികൾ വേറെ ഉണ്ടായിരുന്നോ? ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ഓണങ്ങൾ? പിന്നെ പ്രത്യേകിച്ച് കോളേജൊക്കെ പഠിച്ച സമയത്ത് നമുക്ക് ബോധമില്ലാത്ത ഓണക്കാലമായിരുന്നു. ബോധമില്ലാത്ത. അപ്പം അതെ അതെ. അപ്പൊ ഇപ്പൊ ബോധം ഉണ്ടെന്നാണോ? തിരുവനന്തപുരത്തുകാർക്ക് ബൈജുവേട്ടനെ ഒരു പരിചയക്കുറവുമില്ല അല്ലേ? ബാക്കിയുള്ള സ്ഥലത്തൊക്കെ അപ്പൊ അദ്ദേഹം പെർഫോം ചെയ്തിരിക്കുന്ന ക്യാരക്ടർ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു റോളാണ്. ഒരു ഫോറൻസിക് സർജനാണ്. അപ്പം ഇദ്ദേഹം ഒരു ഫോറൻസിക് സർജൻ ആവുന്നതിനെ പറ്റി ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അപ്പൊ എങ്ങനെയാണ് ജാനേട്ടാ അങ്ങനത്തെ ഒരു റോളൊക്കെ ചെയ്യാൻ തോന്നുന്നത്? അല്ല, മാഡത്തിനോട് എനിക്ക് ചോദിക്കാല്ലേ, കാരണം ആ ഒരു ക്യാരക്ടർ എങ്ങനെ കൊടുക്കാൻ തോന്നുന്നു? ഈ ഫോറൻസിക് നിനക്ക് ഇവിടെ ജോലി കിട്ടാനുള്ള കാരണം എന്താ? അതുപോലെ പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല, അങ്ങനെയല്ലേ നിനക്ക് കിട്ടിയത്? അതുപോലെ എനിക്ക് കിട്ടി. വൈകുന്നേരം ഒരു 6 മണി 6:30 സമയത്ത് എന്തൊക്കെയാണ് വീടുകളിൽ വായിക്കുക? ആ ഒരു പുസ്തകം വയസ്സായവരൊക്കെ വായിക്കുന്ന ഒരു സാധനം. ഓരോ വയസ്സായവരും ഓരോ പുസ്തകമല്ലേ വായിക്കും? എല്ലാ വയസ്സായവരും വൈകിട്ട് ഒരേ പുസ്തകമാണോ വായിക്കുന്നത്? SI ആവണമെന്ന് ആഗ്രഹിച്ച ആളാണ്. അത് കുറച്ച് എൻ്റെ സ്വഭാവമായിട്ടൊക്കെ ചേരും. അപ്പം അന്ന് SI ആയിട്ട് കയറിയിരുന്നെങ്കിൽ ഇപ്പം ഞാനൊരു SP ഒക്കെ ആയനെ. പിന്നെ അതിനു വേണ്ടി ശ്രമിച്ചില്ലായിരുന്നു? അതിന് ഡിഗ്രി വേണ്ട.